ഇതെന്ത് കൂത്ത്? ഇതെന്ത് കൂത്ത്? കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചാക്യാരൊന്നും മിണ്ടിയില്ലല്ലോ എന്ന് ദേ ഇവിടെ ഒരുത്തൻ. ജയിച്ചവരെ കുറിച്ച് പറയണോ അതോ തോറ്റവരെ കുറിച്ച് പറയണോ എന്നൊരു സന്ദേഹം. അതുകൊണ്ടാണേ ചാക്യാരെന്നായാലും ജയിച്ചവരെ കുറിച്ച് മാത്രമേ പറയൂട്ടോ. കാരണം ശവത്തി കുത്തരുത് എന്നാണല്ലോ പഴമൊഴി. ആരൊക്കെയാ അങ്ങ് ഡൽഹിയിൽ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പോണത് അല്ലേ? അങ്ങ് അനന്തപത്മനാഭന്റെ നാട്ടിൽ നിന്നും സിൽസില പാട്ടും പാടിക്കൊണ്ട് എല്ലാവരും ശശിയാകും എന്ന് കരുതിയിരുന്ന ശശി ഉണ്ടല്ലോ. പിന്നെ കോട്ടയത്ത് അച്ഛമ്മാണിയുടെ പുന്നാരമകൻ കുഞ്ഞുമാണി. അങ്ങ് കണ്ണൂരോ സൗത്ത് ഇന്ത്യയിൽ ഏറ്റവും മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കണ നമ്മുടെ ശ്രീമതി ടീച്ചറ്. കൊച്ചിയിലെ കൊഞ്ചും ചിരുതയും കൊടുത്ത് ഭക്ഷ്യസുരക്ഷ ഉണ്ടാക്കിയ തോമസ് മാഷ്. അടിച്ചു മോനെ ലോട്ടറി എന്നും പറഞ്ഞുകൊണ്ട് മേം വച്ചാൽ തുമ്പയ്ക്കും തുമ്പച്ചാലോ ആപ്പു വയ്ക്കാൻ തയ്യാറായി കിട്ടുണ്ണി ഇന്നച്ചൻ. ആറന്മുള വിമാനത്തിൽ വന്നിറങ്ങണമെന്ന മോഹവുമായി ആൻഡോ ചേട്ടൻ. അങ്ങ് മലപ്പുറത്ത് നിന്ന് ഭൂരിപക്ഷത്തിലും പ്രായത്തിലും ഒട്ടും കുറവില്ലാത്ത അഹമ്മദിക്കയും. പിന്നെ ഇനി ഡൽഹിയിൽ പോയിട്ടും കരിക്കു കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അതേ ക്ലൂ സുരേഷ് ഏട്ടനും ആലപ്പുഴയിൽ നിന്ന് വേണുവേട്ടനും. അങ്ങനെ കേരളത്തിൽ നിന്നും സകലമാന ആളുകളും കൂടി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിലെ പ്രതിപക്ഷത്തിരിക്കാൻ വേണ്ടി പോകുമ്പോ ചാക്യാർക്കൊന്നേ പറയാനുള്ളൂ. ഇവിടുന്ന് ഇപ്പൊ ഈ 20 പേര് പോയില്ലായിരുന്നു വെച്ചാല് പ്രതിപക്ഷത്തിരിക്കാൻ ആളെ വാടകയ്ക്ക് വിളിക്കേണ്ടി വന്നേനെ ഇല്ലേ? ഇതെന്ത് കൂത്ത്?